വിമാനയാത്രയിലെ ആക്രമണ പരാതി SIT അന്വേഷിക്കും. തുടരന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചു. ഇന്നലെയാണ് തുടരന്വേഷണത്തിന് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സിജോ, ഇന്നലെയാണ് ഇപിക്കെതിരെ അന്വേഷണമാകാം എന്ന് കോടതി പറയുന്നത്. ഇപ്പോൾ ഇത് SITയെ കൂടി നിയോഗിച്ചിരിക്കുകയാണ്. ഈ തുടരന്വേഷണം ഒരു പ്രത്യേക സംഘത്തെ കൂടി നടത്തിക്കണം എന്നുള്ളൊരാവശ്യമാണ് ഈ പരാതിക്കാരനായ ഫർസിൻ ഉൾപ്പെടെ നൽകിയിരുന്നത്. ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇതിനായി ഒരു പ്രത്യേക സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. ടീം ഫോം ചെയ്യുന്നുള്ളൂ. എന്തായാലും ഒരു ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. നേരത്തെ വലിയതുറ SHOയുടെ നേതൃത്വത്തിലാണ് ഈ സംഭവത്തെ അന്വേഷണം നടത്തുന്നത്. അതിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതികളാക്കിയുള്ള കേസിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫർസിൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരാതിയിൽ കഴമ്പില്ല, ഇതിൽ കേസെടുക്കാൻ മറ്റു നടപടികളിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി റിപ്പോർട്ട് നൽകുന്നത്. ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതി തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ കാര്യക്ഷമമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക സംഘത്തെ നിയമിക്കുന്നത്. സ്വാഭാവികമായും EP ജയരാജനെതിരെ അന്വേഷണം, അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനായിട്ടുള്ള അനിൽകുമാർ, അതോടൊപ്പം തന്നെ അവരുടെ സ്റ്റാഫിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി, അങ്ങനെ 3 പേർക്കെതിരെയായിട്ടും അന്വേഷണം നടക്കുക. വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിക്കുക. എന്തായാലും ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിനുള്ളിൽ ഈ നാളെയൊക്കെ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസിന് ലഭിച്ച ഈ അപേക്ഷയിൽ സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത്തരത്തിൽ ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. ശരി.